ഒരു വ്യക്തിയാണ് ശ്രമിക്കുന്നത്. ഗൾഫിലിരിക്കുമ്പോഴും നാട്ടിലുള്ളപ്പോഴും നമ്മുടെ കൂടെ വരാനും സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ഒരു കൈത്താങ്ങായി നമ്മുടെ കൂടെ നിൽക്കാനും കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തിത്വത്തിന്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി ഈ ഒരു പകർച്ചീടിനെ ഉപയോഗിക്കുക. നിങ്ങളാരും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നർത്ഥിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഹരിഗോപികളുമായിട്ട് മകളുമൊക്കെ വലിയ പാട്ടുകാരാണ് എന്ന് കേട്ടിട്ട് അവർ പാട്ട് പാട്ടുകൾക്ക് വേണ്ടി അവരൊക്കെ പിന്നെ പാട്ടുകളിലൂടെ ആസ്വദിപ്പിക്കും. അവർ വെറുതെ വന്നതല്ല, നിങ്ങളെ കാണാനും നിങ്ങളുമായി ആശയവിനിമയം നടത്താനും ഒക്കെയാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഹരിഗോപിമാരുടെ ഏതാനും സമയങ്ങൾ കടവെടുത്തും ജനത്തിന്റെ വീട്ടിലാരും അവിടെ താമസിച്ചു എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ജോലിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിടാമുള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇതിനെ മുതൽ ആസ്വദിക്കെല്ലാവരും പാട്ടുകാരായ നിങ്ങളൊക്കെ പാടുക, കൂട്ടത്തിൽ ഇവിടെയുള്ള പാടാൻ കഴിയുന്ന ആളുകളൊക്കെ പാടുക. അതിന് മുമ്പായി കൊണ്ട് നമ്മുടെ ചില അതിഥികളും കൂടി ഇവിടെ എത്തിച്ചേരുന്നത് സൂചിപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കൊരു മനസ്സമാധാനം, നമ്മുടെ മനസ്സിൽ നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പോകണം. നേരെക്കുറിച്ച് ആ മനുഷ്യനോട് നമ്മൾ ദേഷ്യപ്പെട്ടാൽ അവര് വിവരമില്ലാത്തതോട് അതിനെ സഹായിക്കാൻ വെച്ച് നോക്കിയാൽ നമ്മുടെ ഒരു വിശാലതയുണ്ട്. ആ വിശാലത്തിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കുടുങ്ങാതെ നോക്കണം, കൊടുങ്ങാതെ നോക്കി നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. ആരോടും ഒരു വൈരാഗ്യ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് സമാധാനമുള്ളത്. നമ്മുടെ അയൽവാസികളോട് ഉപദേശിച്ചു നമ്മൾ അവരോടൊന്നും ചെയ്യരുത്. നമുക്ക് കഴിയുന്ന പരമാവധി അവരെ സഹായത്തിന് അവർ മനസ്സിലാക്കും. ഒരു ദിവസത്തെ ദിവസങ്ങൾ മാത്രമേ അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവിടെ അറിയാവുന്ന അങ്ങനെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ നോക്കണം, മനുഷ്യന്റെ ഓരോ അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് മനസ്സമാധാനം ആദ്യം ചിന്തിക്കാൻ, അപ്പുറത്തുനിന്ന് ചിന്തിക്കാൻ. നമ്മളോട് ഉണ്ടാതിരിക്കും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ എന്താണ് തെറ്റ് ചെയ്ത് മനസ്സിലാവും. കാരണം അവര് നമ്മുടെ ഭാഗത്ത് ചിന്തിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ അപ്പുറത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ എന്തിനു ചിന്തിക്കുമ്പോൾ പറയാൻ ശ്രദ്ധിക്കുന്നതല്ല. ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നില്ല, അവരിലേക്കാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ അതിഥികളൊക്കെ ടീച്ചറൊക്കെ നമുക്കുള്ളത് അതിഥികളാണ്. ഇതല്ല, അവരവരുടെ ഈ പരിപാടിയിലേക്ക് ആർത്തമായി സ്വാഗതം ചെയ്യും. അത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മള് ഉൾപ്പിടിച്ച് നമ്മൾ ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മൾ വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒരു വെറുപ്പ് കാണിക്കാറില്ല. നമ്മൾ അവരോട് സ്നേഹത്തോട് പെരുമാറാം. നമ്മളെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ സഹായം ചെയ്യും. അതിന് നമ്മൾ അങ്ങനെ ചെയ്തല്ലോ, അവൾ ഇങ്ങനെ ചെയ്തില്ലല്ലോ, ഞാൻ കല്യാണം പറഞ്ഞല്ലോ, അവൾ ഇന്നോട് പറഞ്ഞില്ലല്ലോ, അവൾ പറഞ്ഞു ചെയ്തില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഇത് സ്പോൺസർ ചെയ്തത് നമ്മുടെ ചേച്ചിയാണ്. ഈ ഒരു വർഷത്തേക്ക് ബേസാണ്. നമ്മുടെ മനസ്സിലാക്കുമ്പോൾ അവരെ കൂടെ നമ്മൾ ഇന്നലെ നാളെ ഇവിടെ നിന്ന് ഒത്തുകൂടി പോകാറുണ്ട്. പോയി പരിപാടികളുണ്ട്. ഇത് നമ്മൾ വഴി ഭൂമിയുടെ സമയത്താണ്. അവിടെ
ചിരഞ്ജീവികളായിട്ടുള്ള ആരും ശാശ്വതമായിട്ടുള്ള കാര്യത്തിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും അപകടത്തിലേക്ക് പോയാൽ അവരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ജീവിക്കുന്ന വയസ്സാണ് ഇതുപോലുള്ള ആളുകൾ എന്താ ചെയ്യാൻ ഈ പണി ഭാരവാഹികളാണ് ചെയ്യാൻ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ കടമയാണ്. അതിലൊരു വ്യത്യാസവുമില്ല. ആളുകളുടെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ സാമൂഹിക പ്രവർത്തകരാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇതുപോലെ ജീവനോട് ചെയ്യാതെ ചെയ്ത് പലതും ചെയ്യുന്ന ആളുകളാണ്. ഈ പള്ളിയിൽ അമ്പലങ്ങളിൽ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാടായിട്ട് ചെയ്യാത്ത പള്ളികളായാലും അമ്പലങ്ങളായാലും ചർച്ചയായാലും ഒക്കെ. പക്ഷെ അതിനേക്കാൾ ഭക്തരമായ പുണ്യാണ് നമ്മൾ മനുഷ്യരെ സഹായിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിക്കുന്ന മനുഷ്യരോട് ആ മനുഷ്യരോട് കരുണ കാണിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുന്നത്. നമ്മുടെ അയൽവാസിയോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറുകയും അതിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ നമ്മളെ വെറുക്കാതിരിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്നത് അപ്പോഴും ഉപകാരം ചെയ്താൽ അവരെ കുറച്ചേക്ക് വളർത്താറുണ്ട്. സ്വാതന്ത്ര്യം തർക്കങ്ങൾ നമ്മൾ പ്രവർത്തിക്കേണ്ട അതിർത്തി തർക്കങ്ങൾ വരെ പലരും നമുക്ക് ഒരുപാട് ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. അവരാരുടെ ഭൂമിയൊന്നും കൊണ്ടുപോയിട്ടില്ല, ഒരു സമ്പത്ത് കൊണ്ടുപോയിട്ടില്ല, വേറൊന്നും കൊണ്ടുപോയിട്ടില്ല. നല്ല കുട്ടികൾ തീർച്ചയായിട്ടും അമ്മയുടെ പരിചരണം വേണം അല്ലേ? സംശയമില്ല, അത് അണ്ടർസ്റ്റുഡാണ്. ഈ അച്ഛന്മാരെ അല്ലാതെ കുട്ടികളെ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പേര് പ്രത്യേകിച്ച് പറഞ്ഞത് അമ്മയുടെ വേദനയാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ രീതി നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ അതും സന്തോഷം. ഹരിവംശ എല്ലാവരും അറിയാം. കുമ്പടിയില്ല, ഹരിവംശ അറിയില്ല. ഹരിവംശ മകനാണ് അവൻ. രാകേഷ് അവൻ ഗൾഫിലാണ്. ഇപ്പം കൂടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ കാണാൻ. അവര് ഗൾഫില് ഏത് പരിപാടിക്കും ഇങ്ങനെ പാടാറുണ്ട്. ഫേസ്ബുക്കിൽ അവരുടെ പാട്ട് വളരെ വൈറലാണ്. എല്ലാവരും കേൾക്കുന്ന പാട്ടാണ്. നല്ലൊരു പാട്ടുകാരാണ് രണ്ടുപേരും. എല്ലാവർക്കും അവർക്ക് എല്ലാവിധ അത് നീ പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചത് കൂടിയാണ്. ഞാൻ പഠിപ്പിച്ച നല്ല കുട്ടികളിൽ ഒരാളാണ് രാകേഷ്. നമ്മുടെ ആനിക്കര സ്കൂളിലാണ് പഠിച്ചത്. 8ാം ക്ലാസ് മുതൽ 8, 9, 10 ഞാൻ പഠിപ്പിച്ചിട്ടവന്. അപ്പോ പിന്നെ നല്ല കുട്ടിയാണ്. ഇപ്പൊ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എപ്പോഴും അച്ചടക്കാണ്. നല്ലൊരു കുട്ടിയാണ്. നല്ലൊരു അച്ഛന്റെ നല്ലൊരു മകൻ. നല്ലൊരു അച്ഛനാണ്. നല്ലൊരു അധ്യാപകനാണ്. നല്ലൊരു കൃഷിക്കാരനാണ്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. ആ നന്മ മുഴുവൻ രാകേഷ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനമുണ്ട് രാകേഷിനെ പഠിപ്പിച്ചു തന്നിട്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും അവന്റെ പാട്ട് അവൻ പഠിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പാട്ടുകാരനെ അവൻ നല്ല പഠിക്കാന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ആ കുട്ടിയുടെ മനസ്സിലാവുന്നത് നല്ലൊരു പാട്ടുണ്ടായിരുന്നതാണ് എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ അവൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഞാൻ എന്നും ഫേസ്ബുക്കിൽ ഇവരെ നോക്കാറുണ്ട്. ഒരു വൈഫും കൂടി അങ്ങനെ പാടാറുണ്ട്. വേണുഗോപാലിന്റെ പാട്ടിന്റെ വലിയ ആരാധകരാണ് ഇവര്. അപ്പൊ അങ്ങനെ പാട്ടിന്റെ വഴികളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും. പിന്നെ അടുത്തത് നമ്മുടെ നാട്ടുകാർ